ദിലീപ് മലയാളപ്പുഴ കൂടി ചേരുന്നുണ്ട്, സയൻസ് വിദഗ്ധൻ നമ്മോടൊപ്പം. ദിലീപ്, വെരി വെരി ഗുഡ് മോർണിംഗ്. വെരി വെരി ഗുഡ് മോർണിംഗ്. ശാസ്ത്ര ചരിത്രത്തിൽ മനുഷ്യ മഹാവിജയത്തിന്റെ കയ്യൊപ്പ് ചാർത്തി അവർ മടങ്ങിയിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ് അതിനെക്കുറിച്ച്? അത് നമ്മളെ സംബന്ധിച്ച് സന്തോഷപൂർവമായ ഒരു ആഹ്ലാദപരമായ ഒരു പ്രഭാതമാണ് ഇപ്പോൾ. മണിക്കൂർ വളരെ കുറച്ച് സമയത്തിന് മുമ്പാണ് വളരെ സന്തോഷപ്രദമായ ഒരു സംഭവത്തിന്, ശാസ്ത്ര സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത്, ലോകം സാക്ഷ്യം വഹിച്ചത്. എനിക്ക് തോന്നുന്നത് ലോകം ജനത ഇത്രമാത്രം ലൈവായി ഈ ഒരു ദൃശ്യം കണ്ട് ഇത്രയും വളരെ ഒരു ജനവിഭാഗങ്ങൾക്ക് ഭൂരിഭാഗം ശാസ്ത്രകുതികൾ മാത്രമല്ല, സാധാരണ ജനങ്ങൾ വരെ വളരെ ലൈവായിട്ട് ഈ സുനിത വില്യംസിൻ്റെ മടങ്ങിവരവ് ലൈവായി കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയ എല്ലാം കാണുമ്പോൾ അതാണ് വളരെ ലൈവായിട്ട്, പിന്നെ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ കാണുമ്പോൾ എല്ലാം തന്നെ ഈ സംഭവത്തെ ഈ ഒരു ശാസ്ത്ര സംഭവത്തെ എത്ര ഗൗരവത്തോടെയാണ്, കൗതുകപൂർവ്വമാണ് ലോക ജനത കണ്ടതെന്നാണ് മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും കൗതുകം ഉളവാക്കുന്നത് മലയാളികൾ നാസയുടെ ആ ലൈവ് സ്ട്രീമിങ്ങിന് താഴെ മലയാളത്തിൽ കമൻ്റ് ഇടുന്നു, സുനിത ചേച്ചി പെട്ടെന്ന് മടങ്ങി വരൂ എന്ന തരത്തിലുള്ള അത്രത്തോളം സ്നേഹത്തോടെ കരുതലോടുകൂടി മലയാളികൾ ആ നാസയുടെ ലൈവ് സ്ട്രീമിങ്ങിന് താഴെ വരുന്നു എന്നുള്ളത് ദിലീപ് അത് പറഞ്ഞപ്പോൾ സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചു എന്നുള്ളത് മാത്രം. അതെ, സുനിത നമ്മുടെ ഒരു സഹോദരിയെ പോലെ ആയ ഒരു മലയാളികളുടെ ഒരു സഹോദരിയെ പോലെ തോന്നുന്ന രീതിയിലായിരുന്നു. കാരണം കൊച്ചു കുട്ടികൾ പോലും സുനിത വില്യംസിൻ്റെ ആ വരവിനെ ഒരു ശ്രദ്ധാപൂർവം കാണുകയും ഇതൊരു സുനിത വില്യംസിൻ്റെ വരവ് എങ്ങനെയാണ്, അത് വിജയകരമാകുമോ എന്നൊക്കെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ആ ആശങ്കയെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിച്ചുകൊണ്ട് ശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്ര നേട്ടം അല്ലെങ്കിൽ ശാസ്ത്ര പുരോഗതി എത്രത്തോളം ഉണ്ടായെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ശാസ്ത്ര സംഭവം കൂടിയാണ് ഇത്. നമ്മളെ കുറച്ചു മുമ്പ് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ്. ഈ കഴിഞ്ഞൊരു കാലത്തിനുള്ളിൽ, ഈ സമീപകാലത്ത് ഈ ബഹിരാകാശത്തിൽ ഇത്തരത്തിൽ ബഹിരാകാശ സംഭവങ്ങളെ അല്ലെങ്കിൽ ബഹിരാകാശ വാർത്തകൾ ഇത്രയധികം ചർച്ചാ വിഷയമായൊരു ബഹിരാകാശ വാർത്ത ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം. ഇതിനു മുമ്പുണ്ടായ ചില സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ കൊളംബിയ ദുരന്തം, അതുപോലെ തന്നെ ചലഞ്ചർ ദുരന്തമൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇത്രയും ചർച്ചാ വിഷയമായ കഴിഞ്ഞ ഒരു വർഷമായി ചർച്ചാ വിഷയത്തിലായി സമീപ ദിവസങ്ങളിലായി കൂടുതൽ ലോകമാധ്യമങ്ങൾ, സാധാരണ ജനങ്ങൾ, ശാസ്ത്രകുതികൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, സാധാരണ ജനങ്ങൾ എല്ലാം ചർച്ച ചെയ്ത മറ്റൊരു സംഭവം ഉണ്ടാകുന്നു. ഈ ശാസ്ത്ര സംഭവം വേറെ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ഒരു 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുക എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി പ്രയോഗം ഇത്തരം കൂടിപ്പോയോന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു കുടുങ്ങിക്കിടക്കലായിരുന്നോ സുനിത വില്യംസ്? ആയിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം അങ്ങോട്ട് പോയ വാഹനം തകരാറിലാകുകയും തിരിച്ചു വരാൻ വാഹനം സമയത്തിന് ലഭിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ സുനിത വില്യംസിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കൂടുതൽ ചുമതലകൾ നിറവേറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം. 150ഓളം ശാസ്ത്ര ഗവേഷണങ്ങളിൽ മുഖ്യ കാർമ്മികത്വം അല്ലെങ്കിൽ നേതൃത്വം വഹിക്കാൻ കഴിഞ്ഞു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതലായുള്ള സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്താൻ, അതിന് നേതൃത്വം നൽകാൻ സുനിത വില്യംസിന് കഴിഞ്ഞു. അത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് അകത്തും പുറത്തും ഉള്ള നിർണായകമായ അറ്റകുറ്റപ്പണികൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. 2 ദിവസങ്ങളായി ഏതാണ്ട് 12 മണിക്കൂറാണ് അവർ സ്പേസ് വാക്ക് നടത്തിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്തിറങ്ങി അറ്റകുറ്റപ്പണികൾക്കായി സ്പേസ് വാക്ക് നടത്തുക 12 മണിക്കൂറോളം നടത്തി എന്നുള്ളതാണ്. അതിന് റെക്കോർഡ് ഇടുകയും ചെയ്തു, വനിത എന്ന നിലയിൽ റെക്കോർഡ് ഇടുകയും ചെയ്തു. കാരണം ഇത്രയും പരിചയസമ്പന്നയായ ഒരു ആസ്ട്രോനോട്ടിനെ നമുക്ക് നേരിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാൻ, പുതിയ തലമുറയ്ക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ള പ്രത്യേകത. ഏതാണ്ട് 59 വയസ്സുള്ള പ്രായമുള്ള ഒരു ആസ്ട്രോനോട്ടാണ്. പക്ഷേ ആ പ്രായത്തെ പോലും അതിജീവിച്ചുകൊണ്ട്, പ്രായത്തിൻ്റെ ഒന്നും പരിഗണിക്കാത്ത ഈ പ്രവർത്തനങ്ങളിൽ, അതായത് സങ്കീർണമായ സാങ്കേതിക വിദ്യയാണ്, അതുപോലെ തന്നെ ഏറെ ബുദ്ധിമുട്ടുള്ള ജോലി ഏത് ജോലിയും ഏറ്റെടുത്ത് ചെയ്യാൻ തനിക്ക് ശേഷിയുണ്ടെന്ന് തെളിയിക്കുകയായിരുന്നു ഈ അതിവിദഗ്ധയായ ആസ്ട്രോനോട്ട് സുനിത വില്യംസിനൊപ്പം തന്നെ ബുച്ച് വിൽമോറുമുണ്ട്. അതായത് ഒരു പേടകത്തിൻ്റെ ക്ഷമതാ പരിശോധനയ്ക്കായിട്ട് ആ പേടകത്തിൽ സഞ്ചരിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുമ്പോഴാണ് കഴിഞ്ഞ ജൂൺ 5-ന്
പോവുകയും അതിനിടയ്ക്ക് വെച്ച് ആ പേടകത്തിന് തകരാറുണ്ടാകുകയും ചെയ്തു. ആ തകരാറ് ഉണ്ടായെങ്കിലും അത് പിന്നെ അവർ സുരക്ഷിതമായി നിലയത്തിൽ എത്തിച്ചേരുകയായിരുന്നു. പിന്നീട് ആ പേടകത്തെ ഭൂമിയിലേക്ക് മടക്കി വിടുകയാണ്, ആളില്ലാതെ തന്നെ മടക്കി വിട്ടു. അപ്പോൾ പകരം ഒരു പേടകം അവിടെ എത്തിക്കാനുണ്ടായ കാലതാമസമാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് മടങ്ങാൻ പറ്റാതിരുന്നത് കാലതാമസം ഉണ്ടായത്. ഏതാണ്ട് 9 മാസവും 13 ദിവസവും കൂടി കടന്നുപോയി. പക്ഷേ അവരെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് എത്തിച്ചു. അത് വളരെ ശാസ്ത്ര നേട്ടമായി നമ്മൾ കാണണം. അതേ റെക്കോർഡുകൾ തന്നെയാണ്, റെക്കോർഡുകളുടെ ഒരു പരമ്പര തന്നെയാണ്. ചരിത്രം കാലത്തിൽ അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് ഈ മഹാവിജയത്തെ. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സുനിത വില്യംസ് എന്ന വനിതയുടെ നേട്ടം തന്നെയാണ്. നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ചിലവഴിച്ച ബഹിരാകാശ നിലയത്തിൽ ചിലവഴിച്ച ദിവസങ്ങളിലൊക്കെയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു വെച്ച് തന്നെയാണ് സുനിത വില്യംസ് മടങ്ങുന്നത്. ആ മടങ്ങുന്നതിന് തൊട്ട് മുൻപും സുനിത വില്യംസ് പറഞ്ഞ കാര്യം, എനിക്ക് ഈ ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങിപ്പോകാൻ ഇഷ്ടമില്ല, എനിക്ക് ഇവിടെ തന്നെ തുടരാനാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു വെക്കുന്ന സുനിതയുടെ വാക്കുകളിൽ തന്നെയുണ്ട് ആ ഒരു ആത്മവിശ്വാസം, അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ, ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഒരു ദൃഢനിശ്ചയം എന്ന് പറയുന്നത്.